നവരാത്രി സ്റ്റോറീസ് 9 ദിവസം 9 കഥകളുമായിട്ടുള്ള ഈ സീരീസിലെ 3-ാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3-ാം ദിവസമായ ഇന്ന് നമ്മൾ പാർവ്വതദേവിയുടെ 3ാമത്തെ രൂപമായ ചന്ദ്രകണ്ഠ ദേവിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ദേവിയുടെ രൂപം എന്ന് പറയുന്നത് കടുവയുടെ പുറത്ത് 10 കൈകളിൽ 10 ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന ദേവിയാണ് ചന്ദ്രകണ്ഠ ദേവി. ദേവിയുടെ ശരീരത്തിൽ ചന്ദ്രനാണ്. ഒരു ദിവസം അസുരന്മാരെല്ലാവരും കൂടി ദേവന്മാരെ ആക്രമിക്കാനില്ല. എന്നാൽ ദേവന്മാർക്ക് അസുരന്മാരെ ചെറുത്ത് നിൽക്കാൻ സാധിച്ചില്ല. സങ്കടം കേട്ട് പാർവ്വതദേവി തൻ്റെ ശാന്ത രൂപം മാറി ഉഗ്രരൂപിയായിട്ട് മാറി. അങ്ങനെ ദേവി ചന്ദ്രകണ്ഠ ദേവിയായിട്ട് മാറുകയും അസുരന്മാരെ തോൽപ്പിക്കുകയുമാണ് ചെയ്തത്. ഉഗ്രരൂപിയായ ദേവിയുടെ അലർച്ച കേട്ട് അസുരന്മാരിൽ ചിതറി ഓടുകയും അസുരന്മാർ പരാജയപ്പെടുകയും ചെയ്തു. ദേവിയുടെ ഉഗ്രരൂപം കണ്ട് ഭക്തരാരും ഭയഭീതരായില്ല. എന്തുകൊണ്ടെന്നാൽ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ആ ഒരു സ്പേസിൽ അവിടെ ഭയത്തിന് സ്ഥാനമില്ല. അപ്പോൾ നമുക്ക് ഈ കഥ നമുക്ക് എന്ത് മനസ്സിലാക്കാം? നമ്മൾക്ക് എങ്ങനെ നമ്മുടെ ജെൻറ്റിൽനെസ്സും ബ്രേവറിയും എങ്ങനെ ബാലൻസ് ചെയ്യാമെന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്. അതായത് ഈ കഥയിൽ പറയുന്നത് എന്താണ് ധൈര്യം, അതായത് പേടിയില്ലാത്തൊരവസ്ഥേനെയല്ല, ഒരു പേടി നമ്മൾ എങ്ങനെ മറികടക്കുമോ അതിനെയാണ് നമ്മൾ ധൈര്യം എന്ന് പറയുന്നത്. ഒരു സ്ത്രീയുടെ ശക്തി എന്ന് പറയുന്നത് ഒരു പരീക്ഷണത്തിലല്ലാതെ ഒരിക്കലും പുറത്തു വരാറില്ല. ദേവിയുടെ രൂപത്തിൽ തന്നെ തലയിൽ ചന്ദ്രനും കയ്യിൽ ആയുധങ്ങളുമായിട്ടാണ് ദേവിയുടെ രൂപമുള്ളത്. ഇതിൽ സൂചിപ്പിക്കുന്നത് രാത്രിയെ പോലെ ശാന്തവും അത് നേരിടാനുള്ള ധൈര്യവുമാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ. ഇന്നത്തെ കഥയോട് നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നമ്മുടെ മനോധൈര്യത്തെ എങ്ങനെ ഉണർത്തണമെന്നാണ് ഈ കഥയിലൂടെ പറയുന്നത്. എങ്ങനെ ഉണർത്താം? അതിനെ പേടിയില്ലാതെ അപ്രോച്ച് ചെയ്യാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. അടുത്ത എപ്പിസോഡിൽ നമുക്ക് 4ാമത്തെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു